ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുർക്കുറേൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. കുർക്കുറെ സ്നാക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഈ കുർക്കുറെ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും ഒപ്പം നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ ഈ കുർക്കുറെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ എടുക്കാൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് കുർക്കുറെ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ആദ്യം പരിചയപ്പെടുത്തി തരാം. ഇവിടെ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് 1 കപ്പോളം അരിപ്പൊടിയാണ്. അതുപോലെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടിയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് റവ, അത് നമ്മൾ ഏകദേശം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബേക്കിംഗ് സോഡയാണ്, അപ്പസോഡ, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കുർക്കുറെ മേക്കിങ്ങിനായിട്ട് ഒരു പാൻ എടുക്കുന്നുണ്ട്. നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ ഒരു കപ്പ് എടുത്ത അരിപ്പൊടി നമ്മൾക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 കപ്പോളം അരിപ്പൊടി നമ്മൾ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി, നമുക്ക് ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടി ഉണ്ട്, അത് മുഴുവനായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്, അതൊരു 3/4 ടീസ്പൂൺ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ്, ഏകദേശം നമ്മളൊരു 1/4 ടീസ്പൂണോളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും മതിയാവും. നമുക്ക് ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള റവപ്പൊടിയാണിത്, അപ്പോൾ റവപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ആദ്യം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ ബേക്കിംഗ് സോഡയും സോൾട്ടും എല്ലാം അതൊന്ന് നന്നായി മാച്ചായി വരുന്നവരെ മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സായ ഇതിലേക്ക് നമ്മളിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പല്ല, പകുതി വെള്ളം, അതായത് 1 കപ്പോളം വെള്ളം നമ്മൾ ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കറക്റ്റ് എല്ലാം അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇത്തിരി കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ലൂസായിട്ട് കിട്ടണം. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നന്നായി മിക്സ് ചെയ്തിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മാവ് ഉണ്ടാക്കി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം കോൺഫ്ലവർ ആഡ് ചെയ്യണം. കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായി ചൂടാറിയിട്ടുള്ളൂ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുക. കൈമ ഒരു ഇത്തിരി സ്റ്റിക്ക് ചെയ്യാണ്ട് നമുക്ക് ഒത്തിരി കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ.
അപ്പോൾ നമ്മളെ മാവ് ഏകദേശം ഇപ്പോൾ നല്ല സെറ്റായി വരുന്നുണ്ട്. അത്ര സ്റ്റിക്കി അല്ലാത്ത രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൈമാക്കിയിട്ട് ഇത് നമുക്ക് കുർക്കുറയുടെ ആ ഒരു ഷേപ്പിലേക്ക് കുഴച്ചെടുക്കാം, അതായത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരിത്തിരി മാവ് ഒരിത്തിരി കൈമേ എണ്ണ ഒന്നാക്കണം. ഒരിത്തിരി എണ്ണാക്കിയതിന് ശേഷം ഒരിത്തിരി മാവ് എടുത്തിട്ട് നമുക്കിതുപോലെ കൈൻ്റെ ഉള്ളിൽ ഒരിത്തിരി എണ്ണാക്കി കൊടുക്കാം. അതിന് ശേഷം ഒരിത്തിരി മാവ് എടുത്തിട്ട് നമുക്കൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഒരു റാൻഡം ഷേപ്പ് അങ്ങനെ ഒരു റാൻഡം ഷേപ്പായിട്ട് അതിൽ വെച്ചെടുക്കാം. നമുക്കിത് മുഴുവനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുർക്കുറെ ഇവിടെ നമ്മൾ റാൻഡായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറുമുറായിട്ടുള്ള കുർക്കുറെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് നേരെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ജസ്റ്റ് പതുക്കെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ ഇളക്കാൻ പറ്റുള്ളൂ, ഒറ്റയടിക്ക് ഇളക്കരുത്. അപ്പോൾ ചിലപ്പോൾ മൊത്തമായിട്ട് ഒട്ടിപ്പോകും. ഒരിത്തിരി ഒന്ന് മുരിയാൻ ടൈം കൊടുക്കുക. എന്നിട്ട് പതുക്കെ നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുത്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഒരിത്തിരി കുറച്ച് വെച്ച് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഒരിത്തിരി കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി ഒന്നായിട്ട് കോരിയെടുക്കാം. അതൊക്കെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാലുള്ള അതിൻ്റെ ഉള്ളും അതേപോലെ ആ ക്രിസ്പിനെസ് കിട്ടുക, നന്നായി വെന്ത് കിട്ടുക. നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ അത് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഒരു സ്ട്രെയിനർ വെച്ചിട്ട് മുഴുവനായിട്ട് നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മുടെ കുർക്കുറെ ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി, സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇനി നമുക്ക് കുറച്ച് മസാല കൂടി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തിരി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പിഞ്ച് സോൾട്ട് പിന്നെ മേലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിത്തിരി മുളക് പൊടി, സാധാ മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഒരിത്തിരി അധികം എടുക്കാം, കാരണം നമ്മൾ മാവിലൊന്നും മസാല എടുത്തിട്ടില്ല. അപ്പോൾ ഒരിത്തിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ടേസ്റ്റിന് ചാറ്റ് മസാലയാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ചാറ്റ് മസാല കൂടി ഇതിന് മേലെ വെതറി കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുടഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു. നമുക്കിത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. കളറും എന്തൊക്കെ കാര്യം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ പറയേണ്ട ആവശ്യം തന്നെയല്ല, അത്രയ്ക്ക് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് മസാല നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. ചാറ്റ് മസാല അല്ലാന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഏകദേശം കുർക്കുറയുടെയൊക്കെ ഒരു മാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുർക്കുറെ തന്നെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ നമ്മുടെ ഒഫീഷ്യലായിട്ടൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അതൊന്ന് കയറി ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനും നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.